നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അൻവറാണ് നമ്മളെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത്. എന്താണ് ശിവാനി ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്? അൻവറിന്റെ വിഷയത്തില് എന്താണ് അൻവറിന്റെ പ്രശ്നം? അൻവറിന്റെ വിഷയത്തില് ഒരുപാട് അവ്യക്തതകൾ ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാല് അൻവർ ഒരു ദിവസം വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നു. ആദ്യം ADGPക്കെതിരായിരുന്നു, പിന്നെ അത് PCCയിലേക്ക് വന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയിലേക്ക് എതിരെ വരുന്നു. അങ്ങനെ ഒരു എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പലർക്കും മനസ്സിലാകുന്നത്. ആ ഒരു രീതിയിലാണ് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി. ആദ്യം ADGPനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇതിന്റെയൊക്കെ തുടക്കം ശരിക്കും ഒരു പരിപാടിയിൽ വന്ന സമയത്ത് മലപ്പുറം SP ആയിട്ട് അദ്ദേഹം ഉടക്കിയതാണ് ഫസ്റ്റ് തുടക്കം. അതിന്മേലാണ് തുടക്കം. അതിനുശേഷം പല ഭാഗങ്ങളിലേക്ക് എത്തി എത്തി പല ആരോപണങ്ങളായി ADGPയിലെത്തി, അത് കഴിഞ്ഞ് PCCയിലേക്ക് എത്തി. അവസാനം ഇതൊക്കെ കൈവിട്ടു പോകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അവസാനമായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഇത് ആകെ കൈവിട്ടു പോകുന്നത്. പക്ഷേ അല്ല, അൻവർ ഇതിനെ കുറിച്ച് പറയുന്നത് മറുനാടനെ പൂട്ടാൻ വേണ്ടിയിട്ട് കുറെ മാസങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അൻവറും മറുനാടൻ സാജൻ സ്കറിയുമായിട്ടുള്ള പോരുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവർ പറയുന്നത് എന്താ വെച്ചാൽ, സാജനെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് പോയപ്പോഴാണ് അദ്ദേഹം പല സത്യങ്ങളും തിരിച്ചറിഞ്ഞതും ഇത്തരത്തിലുള്ള ബ്യൂറോക്രാറ്റുകളും അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും സംഘപരിവാർ എത്രത്തോളം ഇമ്പാക്റ്റ് ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലായതും അങ്ങനെയാണ് അൻവർ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഇറങ്ങിയത് എന്നാണ് അൻവർ പക്ഷെ പറയുന്നത്. കേൾക്കുന്ന ജനങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ജനങ്ങൾ ഇതിനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ പ്രളയം കൊറോണയൊക്കെ വന്ന് അതിനുശേഷം രണ്ടാമത്തെ പിണറായി സർക്കാരിനെ ജനങ്ങള് അധികാരത്തിലേറ്റുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആൾക്കാർ അവരെ അധികാരത്തിലെത്തുക. അതുകൊണ്ടാണ് 99 സീറ്റ് എന്നുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു ഇതിലാണ് അവർക്ക് അധികാരത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അത് തുടക്കത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ പഴയ ഒരു സർക്കാരിന് അത്ര പോരാ, പിണറായിക്ക് തന്നെ അത്ര ഒരു സ്ട്രോങ് പോരാന്നൊക്കെ ആദ്യം മുതലേ ഇങ്ങനെ സംഘടനാ പ്രവർത്തകർക്കിടയിൽ തന്നെ അങ്ങനെ ഒരു വർത്താനം ഉണ്ടായിരുന്നു. പഴയ ഒരു സ്ട്രോങ് ഇല്ല, മുഖ്യമന്ത്രി പല പ്രശ്നങ്ങളിലും ഒരു ക്ഷീണം വല്ലാണ്ട് കുടുങ്ങിയ മാതിരി പലരും പറയണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ ഒരുപാട് സമ്മേളനങ്ങളും ഒക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ കൂടിയിരുന്നിട്ടുണ്ട്. നിലമ്പൂരിലുള്ള സംഗമം വളരെ വലിയ ഒരു ചർച്ചയായി മാറിയ കൂടിയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണോ, അല്ലെങ്കിൽ അൻവർ ഇനി തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ റിട്ടേൺ പോകുന്ന ഒരു സൂചനയാണോ, എന്തായിരിക്കും അതിൻ്റെ ഒരു... അത് നേരത്തെ പറഞ്ഞ പോലെ അൻവറിന്റെ ആരോപണങ്ങൾ പോലെ തന്നെയാണ് അൻവറിന്റെ ഭാവി എന്താന്നുള്ളത്. ഇപ്പോഴും കഴിഞ്ഞ നിലമ്പൂര് നടന്ന പരിപാടിയിൽ ജനങ്ങളുമായിട്ട് ഒരു സർവേ നടത്തിയതിനു ശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് തീരുമാനം പറയാന്നുള്ളതാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ കോൺഗ്രസിലേക്കാണ് മൂപ്പര് പോകുന്നതെങ്കിൽ എന്താ ഇപ്പൊ നിലവിൽ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് മൂപ്പർക്കുണ്ട്, ഒരുപാട് ജനങ്ങളെ സപ്പോർട്ടുണ്ട്. അതിലധികവും കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളതാണ് സത്യം. ഈ അടിസ്ഥാന വർഗമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ മുമ്പൊക്കെ എല്ലാ പ്രശ്നങ്ങളും പാർട്ടി ചർച്ച ചെയ്യേണ്ടതെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു രീതിയൊന്നും കാണുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. താഴെ തട്ടിലെ യൂണിറ്റിൽ എന്തെങ്കിലും ചർച്ച ചെയ്താൽ പോലും അത് കേന്ദ്ര കമ്മിറ്റി വരെ അറിയുന്നൊക്കെ ആ രീതിയൊന്നും ഇപ്പോ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അൻവറിന്റെ ചന്തക്കുന്നിൽ നടന്ന പരിപാടിയിൽ നമ്മൾ ഒരുപാട് ജനങ്ങളെ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിപാടി എടുക്കുമ്പോൾ അൻവറിന് എന്താ പറയാനുള്ള എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷയോടെ കേൾക്കാം. ഇപ്പൊ അരീക്കോട് പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നം കാരണം മാറ്റി വെച്ചു. സ്വാഭാവികമായിട്ട് അരീക്കോട് ഒരു പരിപാടി എടുക്കണേ നമ്മൾ മൂന്നാളും സ്വാഭാവികമായിട്ട് പങ്കെടുക്കും. അതിനർത്ഥം നമ്മൾ അനുകൂലികളാണ് പറയുന്നത് അറിയാൻ വേണ്ടി വരുന്നൊരു പേരാണ്. ജനങ്ങൾ അന്നത്തെ ജനങ്ങൾ മീഡിയാസിൽ ഓരോരുത്തരെ ഇന്റർവ്യൂവിലോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളായിട്ട് പറയുന്നത് എന്താണ് ഇതില്, ഈ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ജനങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പുള്ള വാഗ്ദാനങ്ങളാണ് യൂത്തിനും അല്ലാതെ അഡ്രസ് ചെയ്ത് സംസാരിച്ചത്. ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു ഭാവി അദ്ദേഹം കോൺഗ്രസിലേക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ ഒരു തിരുത്തൽ ശക്തിയായിട്ട് CPM പറയാൻ പലരും അടിക്കുന്ന ഒരു സാധനം പറയുന്നു എന്നുള്ള ഒരു രീതിയിലാണ് പല അടിസ്ഥാന വർഗവും അദ്ദേഹത്തിന്. കാരണം മുമ്പ് VS ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്തിലേക്ക് പലരും അദ്ദേഹത്തെ കാണുന്നുണ്ട്. കാരണം ഒരു അധികാര വർഗത്തിനെ എതിർക്കാനുള്ള ഒരു ശക്തി എന്നുള്ള രീതിയിൽ
അൻവറിന് സത്യത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ നല്ല രീതിയിൽ ശക്തി തെളിയിക്കാൻ പറ്റും. അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ 2016 നമ്മൾ ഈ ഏറനാട് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുകയും രണ്ടാം സ്ഥാനത്ത് സ്വതന്ത്രനായി മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് ഒരു 40%-ലധികം വോട്ടുകൾ അദ്ദേഹത്തിന് നേടാൻ പറ്റിയിട്ടുണ്ട്. ആ ഇലക്ഷനിൽ LDF 4ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും ഒരുപാട് ബലൂൺ, അദ്ദേഹത്തിന്റെ ചിഹ്നം ബലൂണായിരുന്നു, ബലൂണൊക്കെ തൂക്കി പിടിച്ച് ഒരുപാട് ആളുകൾ നടന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അൻവറിന് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു വലിയൊരു ശക്തിയുണ്ട്. ഈ ശക്തി പോലും അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയാൽ ലഭിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് പ്രതിപക്ഷം എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു സൈലന്റ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ കാര്യം വല്ലാത്തൊരു പറഞ്ഞ 5ന്റെ പൈസക്ക് ഇല്ല. പ്രതിപക്ഷം വളരെ പ്രതിപക്ഷം ഉഷാറാണെന്നുണ്ട് ഇപ്പൊ കസേര പിണറായി ഒരു സത്യം. കാരണം അത്രയും ശരിക്കും പറഞ്ഞാല് ഒരു ഭരണപക്ഷത്തിലെ MLA ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഒരു ഭരണപക്ഷത്തിലെ MLA ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ സാധനം ഇട്ടുകൊടുത്ത് എന്നിട്ടും കേരളത്തിലെ പ്രതിപക്ഷം എന്തിനു കൊള്ളാം എന്നുള്ളൊരു എനിക്കൊക്കെ ഒരു ബോധം വെച്ച് നമ്മൾ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയാണ് അധികാരത്തിലുള്ളത്. ആ സമയത്ത് 68-72 സീറ്റിന്റെ ഘടന. എന്നുവെച്ചാൽ 4 സീറ്റിന്റെ വ്യത്യാസം. ചെറിയൊരു പ്രശ്നം പോലും അന്ന് പ്രതിപക്ഷം എന്നുവെച്ചാൽ VS ആണ് അന്ന് പ്രതിപക്ഷ നേതാവ്. ചെറിയൊരു പ്രശ്നം പോലും ഭയങ്കരമായിട്ട് ഊതിക്കത്തിച്ച് ആ ഒരു രീതിയിൽ ചെയ്യുന്ന ആ ഒരു ഭരണപക്ഷം പ്രതിപക്ഷമാണ് ഞാൻ കണ്ടു വളരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും വലിയൊരു സംഭവം കൊടുത്തിട്ട് പോലും അപ്പൊ നമുക്ക് ഒരു നിലക്ക് ഉറപ്പിച്ച് പറയാം അടുത്ത ടേമിലും പിണറായി തന്നെ അധികാരത്തിൽ വരുള്ളൂ, വരാനാണ് സാധ്യത. കാരണം പകരം ആരെ വെക്കാന്നുള്ള ചോദ്യം ഇത്രയും നല്ലൊരു സാഹചര്യം കിട്ടിയിട്ടും അതിനൊരു വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ പോലും ചെയ്യില്ല. കാരണം ഈ 2 തവണ ആയിട്ട് ഭരണം കിട്ടാത്ത പ്രതിപക്ഷം ഇനിയും ഇതിനൊരുങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്തൊരു ഇലക്ഷനിൽ എന്താവും എന്നുള്ളത് കൂടി ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കണ്ടറിയാൻ വേണ്ടി വരും എന്ത് സംഭവിക്കും എന്നുള്ളത്. കുറച്ച് ദിവസമായിട്ട് ആൾക്കാരെ സ്റ്റാറ്റസിലൊക്കെ CPM അനുഭാവികളായിട്ടുള്ള സ്റ്റാറ്റസുകളിലൊക്കെ പറയുന്ന ഒരു സാധനമാണ് പാർട്ടിയാണ് വലുത് എന്നുള്ളത്. ഇപ്പോൾ 1-2 ദിവസമായിട്ട് അവർ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ അത് ശരിയായിരുന്നു പിണറായി വരുന്നത് വരെ, പിണറായി ഒരു അധികാരത്തിൽ എത്തുന്നത് വരെ. അതിന് ശേഷവും അങ്ങനെയാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതിന് മുമ്പ് VS ഭരിക്കുന്ന സമയത്ത് അതിന് പ്രതിപക്ഷമായിട്ട് ആളുണ്ടായിരുന്നു, EMS ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷം ഉണ്ടായിരുന്നു, നായനാർ ഭരിക്കുന്ന സമയത്തും പ്രതിപക്ഷം ഉണ്ടായിരുന്നു. പ്രതിപക്ഷം എന്ന് വെച്ചാൽ പാർട്ടിയിൽ തന്നെ വോയിസ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു, കാര്യങ്ങൾ പറയാനും തിരുത്താനും. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് മുഖ്യമന്ത്രിനെ നിയമിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ. ഇപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും തോന്നിയിട്ടില്ല. പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും തോന്നിയിട്ടില്ല. ഒരു പക്ഷേ 15 വർഷത്തിലധികം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്. അതിന് പുറമെ ഈ പാർട്ടിനെ ഈ ഒരവസ്ഥയിൽ നിൽക്കുന്നതിന് പ്രധാനം കാരണം 2012-ലൊക്കെ TP വധക്കേസിലൊക്കെ അത്രയും ഇല്ലാതായിട്ടുള്ള ഒരു പാർട്ടിനെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ്ട് ഇത്രയും വളർത്തി എടുത്തത് അദ്ദേഹമാണ്. അത് ആ ഭാഗം നമ്മൾ ഒഴിവാക്കാം. ഈ സമയത്ത് ഇപ്പോ ഈ പാർട്ടിക്കുള്ളിലുള്ള മെമ്പേഴ്സിന്റെ ഉള്ളിൽ അറിയാതെ പാർട്ടിനോട് ഒരു വെറുപ്പ് കാണുന്നത് ഇപ്പൊ നമ്മൾ കമന്റ് ബോക്സിലൊക്കെ നോക്കിയാല് എന്റെ പാർട്ടിയോട് എനിക്ക് എന്നുള്ള ഒരു ചെറിയൊരു എന്തോ ഒരു അല്ലേ സപ്പോർട്ടിങ് മൈൻഡ് ഒക്കെ പോയിട്ടുണ്ട് പാർട്ടിയോട്. താഴെത്തട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും കാരണം പലരും PV അൻവറിനെ പലരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ആരെ അദ്ദേഹത്തെ പറയുന്ന ഒരു കാര്യം PV അൻവർ ഇത് ഡയറക്റ്റ് ഒരു മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് വീട്ടിലുള്ള പ്രശ്നം വീട്ടിലല്ലേ ഇറങ്ങി തീർക്കേണ്ട ഒരു ട്രാക്കാണ് ഇവർ ഉപയോഗിക്കുന്നത്. അത് തന്നെ അവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ പ്രശ്നം പല സ്ഥലത്തുണ്ട്, തീർക്കേണ്ടതുണ്ട്. പക്ഷെ ഇങ്ങനല്ലല്ലോ അതിന്റെ ഒരു തീർക്കേണ്ടതുള്ള രീതിയിലാണ് അൻവറിന്റെ രീതി മാറിപ്പോയി എന്നുള്ളതാണ്. അടിസ്ഥാന വിഭാഗത്തിൽ പല ഒരു മുറിമുറുപ്പ് വന്നിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്ര ദിവസം മുഖ്യമന്ത്രി ഒരു പ്രതികരണം, കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു ആൻസറോ നൽകിയിട്ടില്ല. ഇതില് ശരിക്കും ഈ വൈക എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പുറത്താക്കല് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള പുറത്താക്കല് കുറച്ച് മുമ്പായിരുന്നെങ്കിൽ, തുടക്ക സമയത്തിൽ തന്നെ ആയിരുന്നെങ്കിൽ ആൾക്കാർക്ക് പാർട്ടിനോട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു സംഭവം ആകുമ്പോ ഒരു പ്രതികാര നടപടി അല്ലേ എന്നുള്ള നിലക്കാണ് പലരും ചോദിക്കുന്നത് പോലും. ആരോപണം ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, പാർട്ടി സെക്രട്ടറിയെ കാണുന്നു, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്
അദ്ദേഹം ഒരു മാന്യത ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ട്. കാരണം ഒറ്റയടിക്ക് മുഖ്യമന്ത്രിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ആദ്യം ADGPക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം മലപ്പുറം എസ്പിക്കെതിരെ പറഞ്ഞു, തുടങ്ങി ADGP തുടങ്ങി ശശിക്ക് എത്തി. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ്, ഒരു നിലക്കും എന്നിട്ട് ആരും കേൾക്കാഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനം പറയേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രി എന്നുള്ള ഒരു സ്ഥാനത്ത് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രോപ്പർ ആൻസർ പറയുക, അല്ലെങ്കിൽ ഇത്രയും ആരോപണം ഇത്രയും ദിവസം നിന്നിട്ടും അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ഒരു കേരളത്തെ നയിക്കുന്ന ഒരു നായകൻ എന്നുള്ള അർത്ഥത്തിലെങ്കിലും ഒരു മറുപടി പറയണം. ഒരു ന്യായീകരിക്കാൻ പോലും കൃത്യമായിട്ടില്ലാതെ എല്ലാത്തിനും ഒരു നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം. ഭയങ്കര ഒരു ചിരിയില് ഒതുങ്ങി പോവാണ്. ഇതൊന്നും ഒന്നുമല്ല, അല്ലെങ്കിൽ ചിരിയാണ്. ഇത് അൻവറിന് ഉദ്ദേശമാണ് നിങ്ങൾ ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് ഒരു ചിരി അങ്ങ് ചിരിക്കും. പക്ഷേ ഇത് ഒരു തള്ളിക്കളയിലാണ് ഇത് ശരിക്കും നടക്കുന്നത്. ഈ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഒന്നുമല്ല എന്നുള്ള ഒരു ഇത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് വീണ്ടും ഈ വിശ്വാസം എന്നുള്ള ഒരു സാധനം, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നല്ല, ഈ മുഖ്യമന്ത്രിയാണല്ലോ നയിക്കുന്നത്, അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെടും. താഴെത്തട്ടുന്നുള്ള വികാരം അവിടെ എത്തുന്നുണ്ടോ എന്നുള്ള. കാരണം മുഖ്യമന്ത്രിക്ക് ചുറ്റും 10-25 ഉപദേശകരുണ്ട്. ഈ ഉപദേശകര് എന്ന് പറഞ്ഞാൽ എപ്പോഴും മുഖ്യമന്ത്രിനെ സപ്പോർട്ട് ചെയ്തിട്ടും അവരെ സുഖിപ്പിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഇപ്പൊ രാജാവിനെ ഇപ്പൊ കുറച്ച് കിങ്കരന്മാരുണ്ടാവും. രാജാവ് എന്ത് തെറ്റ് ചെയ്താലും അത് നല്ലതാണെന്ന് പറയാം. ഇല്ലെങ്കിൽ ആ അധികാരം പോകും. ആ ഒരു സ്ഥാനം ധരിക്കുന്നുള്ള രീതിയിൽ ചില മെഗുലാമാനിയൊക്കെ പറഞ്ഞ പദം തന്നെ അതിലുണ്ട്, അധികാരം തലക്കുടിക്കുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്നുള്ളത് കള്ളോ കഞ്ചാവോ പുകവലിയൊന്നല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്നുള്ളത് അധികാരം, അല്ലെങ്കിൽ ബഹുമാനം എന്നുള്ള സാധനം. ബഹുമാനം അല്ല ആദരവ്. ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ കഴിയൂല. അല്ല, പിന്നെ ഈ കേസിൽ സത്യം പറഞ്ഞാൽ PV അൻവറിനും പല സ്ഥലത്തും കൈവിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ കൈവിട്ട് പോയതാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന പല സമയത്തും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഈ കയ്യും കാലും വെട്ടി ചാലിയാറിൽ എറിയും എന്നുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം അയ്യോ എന്താ ചെയ്യാൻ, എനിക്കാകെ 2 കയ്യോ 2 കാലല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ തിരിച്ചും പ്രകോപനമാണ് കൊടുക്കുന്നത് പാർട്ടിക്കാർക്ക്. സത്യത്തിൽ ആരും ഒരു പക്വമായിട്ടുള്ള നിലപാടുകൾ എവിടെയും കാണുന്നില്ല. 2 കൂട്ടരുടെ അടുത്ത് നിന്നാണെങ്കിലും കാണുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം കുത്തി കളിക്കുകയാണ്. ഇതില് മുഖ്യമന്ത്രിന്റെ നിലപാടുകളാണ് എനിക്കൊരു സങ്കടം തോന്നിയതാണെങ്കിൽ പറയാം. കാരണം പഴയ ഒരു പിണറായി വിജയനെ ഇപ്പൊ അടുത്തൊന്നും കാണാൻ കഴിയുന്നില്ല. ഇന്ന് ഇതാ ഹിന്ദുവിന്റെ പ്രശ്നത്തില് എന്താ മുഖ്യമന്ത്രിയുടെ PR വകുപ്പ് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നേരിട്ട് കൊടുത്തു എന്നുള്ളതാണ് ഇത് ഹിന്ദു പറഞ്ഞിട്ടുള്ളത്. അഥവാ RSSന്റെ വാദങ്ങള്, RSSന്റേതായിട്ടുള്ള ഒരു ഭാഷ ഉൾപ്പെടുത്തിയിട്ടുള്ള പത്രക്കുറിപ്പ് മുഖ്യമന്ത്രിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഹിന്ദുവിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. പിണറായി വിജയൻ ചെയ്യുന്ന ശിവാന് തോന്നുന്നുണ്ടോ? ഇല്ല, പിണറായി നേരിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല. പക്ഷെ പിണറായിന്റെ ചുറ്റുവട്ടുള്ള പല ആൾക്കാരും ഇങ്ങനൊരു കളി കളിക്കുന്നു. പിണറായി അറിയുന്നില്ല പല രീതിയിലും ഈ ഉള്ളിക്കൂടുള്ള കളികൾ. അത് തന്നെയാണ് PV അൻവർ പറഞ്ഞിട്ടുള്ളൂ. സഖാവേ, നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള പല ആളുകളും നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട്. അവർ RSSന്റെ ഒപ്പം കൂടിയാണ്ട് നിങ്ങളെ തകർക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് PV പലപ്പോഴും പറഞ്ഞുകൊടുക്കുക. അതുകൊണ്ടാണ് ഈ അടിസ്ഥാന വർഗത്തിന്റെ ഇടയിൽ, അടിസ്ഥാനമായിട്ടുള്ള സാധാ പ്രവർത്തകരുടെ ഇടയിൽ PVനോട് ഒരു മമത വരുന്നത് പോലും അതുകൊണ്ടാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയാണ് ആഭ്യന്തരം. എത്രത്തോളം ഇപ്പം ഒരു നിലവാരമില്ലായ്മയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ആഭ്യന്തരം കേരളത്തിൽ ഭരിക്കുന്ന എല്ലാ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരം എല്ലാ സമയത്തും ഒരു തലയായിട്ടുള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഭരണത്തിൽ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വഷളാക്കിയിട്ടുള്ളത് ആഭ്യന്തരമാണ്. ആഭ്യന്തരത്തിന്റെ പ്രശ്നത്തിന്മേലാണ് സർക്കാർ ഇത്രയും വഷളായിട്ടുള്ളത്. ആഭ്യന്തരത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കാൻ, ആഭ്യന്തരത്തിൽ പലതും ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ അൻവർ പറഞ്ഞ പല സാധനങ്ങളും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അൻവറിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് 5-ാം തീയതിയാണ്. ഈ കോട്ടയത്തുള്ള ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ട് 5-ാം തീയതി. അദ്ദേഹത്തിന് കേസ് എടുക്കുന്നത് ഏകദേശം ഈ 28-ാം തീയതി എന്നാണ് പാർട്ടി തള്ളി പറയുന്നത്, അന്നാണ് കേസ്. അപ്പോൾ ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിൽ കേസ് ഉണ്ടാവില്ല, പാർട്ടിയിൽ നിന്ന് പോയ കേസാണ്. അപ്പൊ അതന്നെ ചെറിയൊരു സൂചന. അതുപോലെ പല സംഗതികളും പല സാധനങ്ങളും അധികാരത്തിലുള്ളവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്നുള്ള ഇതുവരെ PV അൻവറിന്റെ ഒരുപാട് തടയണ വിവാദങ്ങളായിക്കോട്ടെ, അതിനൊക്കെ ഒരു
രക്ഷ ഉണ്ടായിരുന്നു. ഇനി അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ പിന്നെ ദിവസം പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു ആ, പറഞ്ഞിട്ട് ഒരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. അതിന്റെ അടിയിലായിരുന്നു വേറൊരു കമന്റ് കാണാൻ പറ്റുന്നത്, ഇതുവരെ പഞ്ചായത്ത് എവിടെയായിരുന്നു അല്ലെ. ഉം. മുഖ്യമന്ത്രിന്റെ മുന്നിലുള്ള മുഖ്യമന്ത്രിന്റെ ഒരു സൈൻ കൂടി ഉണ്ടെങ്കിൽ ആ പാർക്ക് തുറക്കാന്നുള്ള അനുമതിയുള്ള സമയത്താണ് അൻവർ ഇങ്ങനെ ഒരു വിവാദമായിട്ട് മുന്നോട്ട് കടന്നു വരുന്നത് എന്നുള്ളത് കൂടി ഒരു ഇതാണ്. ആഭ്യന്തരം വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. ആഭ്യന്തരാണ് ഈ പിന്നെ രണ്ടാം പിണറായി സർക്കാരിനെ ഇത്രയും വഷളാക്കിയിട്ടുള്ളത് നമുക്ക് പറയാം. ഈ പിന്നെ ഇത്രയും ഏകദേശം 30 കോടിയോളം എമൗണ്ട് വരുന്ന ഒരു പാർക്ക് അവിടെ ഉണ്ടാക്കിയിട്ടും അത് നഷ്ടപ്പെടുന്ന പോലും ചിന്തിക്കാതെയാണ് ഈ ഒരു വിവാദത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം പറയേണ്ടത് എന്താ വെച്ചാൽ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും ചില യുവാക്കൾ ഇതൊന്നും ഒരു ബോധവാന്മാരല്ലാതെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വെറുതെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ആരുടെ കൂടെയാണ്, പി വി അൻവറിന്റെ കൂടെയാണോ പിണറായിയുടെ കൂടെയാണോ അതോ നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ച് ധാരണ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒരു 40% ആൾക്കാർ എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്തോ, അതായത് രാഷ്ട്രീയവൽക്കരിച്ചു പോകുന്ന ഒരു യുവതലമുറ എന്തോ വലിയ സംഭവമാണ്, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇതൊക്കെ തന്തവൈബാണെന്നുള്ള രീതിയിലേക്ക് യുവതലമുറ ചിന്തിക്കുന്നത് ഭയങ്കര ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ്. ഇതിനെയും നമ്മുടെ പുതിയ പി വി തലമുറയ്ക്ക് അൻവർ പറയുന്ന ഒരു രാഷ്ട്രീയത്തില് കാര്യമുണ്ട്, നമ്മളെ കുഴിമന്തി കുഴിമന്തി ഒക്കെ ഇത്രയും വൈറലായി പോയത് പലപ്പോഴും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം യുവാക്കൾക്ക് ഇത് എന്തായാലും ഒരു പ്രശ്നമല്ല, ആര് ഭരിച്ചാലും എന്തായാലും. ചില ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തിനാ വോട്ട് ചെയ്യണേ, അങ്ങനെ വരെ ചിന്തിക്കുന്ന ഞാൻ ഒരാൾക്ക് പണിയെടുത്ത എന്റെ കുടുംബം പോറ്റ ആ, എന്നുള്ള അത്രയും രാഷ്ട്രീയവൽക്കരിച്ചു പോകുന്നത് യുവതലമുറക്കിടയിൽ പ്രത്യേകം കണ്ടുവരുന്നുണ്ട് ഈ ഒരു പ്രവണത. ഇതിപ്പോ ഇത്രയും ചർച്ച നടന്നിട്ട് ഇതിപ്പോ എവിടെ എത്തിയെന്നുള്ള ഒരു നിലക്കുള്ള ഒരു ചർച്ചയും കൂടി നമ്മൾ നോക്കേണ്ടി വരും. കാരണം ഇതിപ്പോ ഒരു വിവാദത്തിന്റെ സ്റ്റാർട്ടിങ് ആണോ, അല്ലെങ്കിൽ ഇനി ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് കഴിയോ, അല്ലെങ്കിൽ സാധാരണ മീഡിയക്കൊക്കെ ഒരു ട്രെൻഡ് കാണുന്ന പോലെ ഒരു പ്രത്യേക ടൈമിൽ ചർച്ച ചെയ്ത് അങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് ആയി തീരുമെന്നുള്ള ഇതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇത് തുടങ്ങിയതാണോ, വലിയൊരു സംഭവത്തിന്റെ ഒരു തുടക്കമാണോ, അതോ അവസാനിച്ചിട്ടുണ്ടോ, എന്താണ് ഭാവി എന്നുള്ളത് വല്ലാത്തൊരു കാത്തിരുന്ന് കാണാൻ ഇതിന്റെ കൂടെ നമ്മൾ വേറെ ഒന്നുണ്ട്, ഒന്നിനും പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും വിവാദങ്ങൾ നടന്നിട്ടും സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാതെ നിൽക്കുമ്പോൾ ഒരു സൈലന്റ് എന്നുള്ളത് ഒരു ഒരു ആയുധമാക്കി എടുക്കുന്നു ഇതായിട്ടുണ്ടെങ്കിൽ പിന്നെന്താവും, പിന്നെ ഒരു ചർച്ചയില്ലാതെ ഒരു മാറിത്തീരുന്ന ഒരു ഇതും കൂടി നമ്മൾ ആ ആലോചിക്കുന്നു. ഒരു രീതിക്ക് അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടിയോട് ചില പ്രതിരോധങ്ങൾ തീർത്ത് തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിയാണ് വലുത്, വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ഒരു പവറൊന്നുമില്ല, എല്ലാത്തിനും മുകളിൽ പാർട്ടിയാണ്, ഞങ്ങൾ പാർട്ടിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രതിരോധവും. ഈ പ്രതിരോധത്തിന്റെ ആദ്യ ഭാഗമാണ് എന്താ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയാത്തൊരു അത്രയും ബന്ധമുള്ള രണ്ടാൾക്കാരെ ശരിക്കും പിണറായി വിജയനും പി വി അൻവറും എന്നുള്ളത്. അത്രത്തോളം ബന്ധത്തിലുള്ള ഒരാളെ തള്ളിപ്പറയേണ്ടി വരുന്നു. ചെറിയൊരു പത്രസമ്മേളനത്തിൽ തുടങ്ങി ഉന്നയിച്ച ആരോപണങ്ങളും അതിന്റെ പ്രതിവിധി എന്നോണം ഒരു ADGP പൊസിഷൻ മാറ്റുകയോ അദ്ദേഹത്തെ ഒന്ന് സസ്പെൻഡ് ചെയ്യുകയോ ചെയ്താൽ തീരാവുകയുണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ പിളർപ്പിലേക്കാണ് കേരളത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തായിരിക്കും LDFന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെന്നും പി വി അൻവറിന്റെ മുന്നോട്ടുള്ള ചിന്തകളെന്നും ഭാവി എന്തായിരിക്കും എന്നുള്ളതും ഇനി നമുക്ക് കാത്തിരുന്നു